വഖഫ് ബില്ലിലെ JPC റിപ്പോർട്ട് 14 ഭേദഗതികളോടെ അംഗീകരിച്ചു. 11 പ്രതിപക്ഷാംഗങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തി. വിയോജിപ്പ് റിപ്പോർട്ടായി നൽകാൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് വൈകിട്ട് 4 മണിവരെ സമയം നൽകിയിരുന്നു. ബോർഡിൽ 2 മുസ്ലിം വനിതാ അംഗങ്ങൾ വേണമെന്നും തീരുമാനം ഹൈക്കോടതി പരിധിയിൽ ആവണമെന്നും തുടങ്ങിയ നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉണ്ട്. റിപ്പോർട്ടിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് DMK അംഗം A. രാജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. Knowing fully well that it will not be accepted in the parliament because of the brutal majority BJP and alliance parties are having, it will be passed, the act will be passed. Still we are having hope that it will be struck down with the Supreme Court. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പും ഭേദഗതി നിർദ്ദേശങ്ങൾ മിക്കതും അവഗണിച്ചാണ് JPC യോഗം വഖഫ് റിപ്പോർട്ട് അംഗീകരിച്ചത്. ഭരണപക്ഷത്തിന്റെ 14 ഭേദഗതികൾ അംഗീകരിച്ചു. വഖഫ് വരുമാനം മുസ്ലിം വനിതകൾക്കും വിധവകൾക്കും കുട്ടികൾക്കും സഹായമായി മാത്രമേ ഉപയോഗിക്കാവൂ. 5 വർഷം മുസ്ലിം മതാചാരം നടത്തുന്നവർക്ക് മാത്രമേ സ്വത്ത് വഖഫ് ചെയ്യാൻ കഴിയൂ. സർക്കാർ സ്വത്തുക്കളുടെ മേൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചാൽ അത് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥനെ നിയമിക്കാം തുടങ്ങിയവയും ഭേദഗതിയിലുണ്ട്. എന്നാൽ ഇത് മതിയായ സമയമല്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കി. 600-ലധികം പേജുള്ള റിപ്പോർട്ട് വായിച്ചു നോക്കാൻ പോലും സമയം നൽകിയിട്ടില്ലെന്ന് രാജ്യസഭയിൽ നിന്നുള്ള DMK അംഗം MM അബ്ദുള്ള ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 650 പേജാണ്. ഓവർ ദ നൈറ്റിൽ എന്ത് മനുഷ്യർക്കും அதை படிக்காம பட்டல. இன்னும் மார்னிங் 10 o'clock அந்த ரிப்போர்ட் மேலே ஒரு டிசெண்டட் நோட் வேணும்னு சேர்மன் ചോദിച്ചു. வித்தின் 12 hours டைமில் கம்ப்ளீட் ரீட் செய்து டிசெண்டட் நோட்ஸ் கொடுக்கறது ஒரு சராசரி ஒரு ஆவറേജ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റില്ല. 11-നെതിരെ 15 വോട്ടുകൾക്കാണ് വഖഫിലെ JPC റിപ്പോർട്ട് 14 ഭേദഗതികളോടെ അംഗീകരിച്ചത്. 11 പ്രതിപക്ഷാംഗങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തിയ JPC യോഗം പക്ഷേ വിയോജിപ്പ് റിപ്പോർട്ടായി നൽകാൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് വൈകിട്ട് 4 മണിവരെ സമയം നൽകിയിരുന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ JPC ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തി ബിൽ പാസാക്കാനാണ് BJPയുടെ തീരുമാനം. ന്യൂസ് മലയാളം, ഡൽഹി.